കൊല്ലം ചാത്തുവിൻ്റെ ആലയിലിരിക്കുന്ന സംഭവമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. കൊല്ലം ചാത്തു ഒരു കഥാപാത്രമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരക്ഷരം പോലും സംസാരിക്കില്ല. എൻ്റെ വീട്ടിൽ ഈ പണിക്കുള്ള കൈക്കോട്ട്, കത്തി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കുന്നത് കൊല്ലം ചാത്തുവിനെ കൊണ്ടാണ് അച്ഛൻ പോയിട്ട്. അച്ഛൻ്റെ കൂടെ ഞാൻ പലപ്പോഴും അവിടെ പോയിട്ടുണ്ട്. പക്ഷേ ഇത് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, ആദ്യമായിട്ടൊരു മാജിക്കിൻ്റെ സാധനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഒരു കുടമാണ്, കുടത്തിനകത്ത് നിന്ന് വെള്ളം ഒരിക്കലും ഇഴമുറിയാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കുടമാണ് എനിക്ക് ഉണ്ടാക്കേണ്ടത്. എത്രയോ കാലം കഴിഞ്ഞ് PC സർക്കാരിൻ്റെ ഷോ കാണുന്ന സമയത്ത് ഇതേ മാജിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. വാട്ടർ ഓഫ് ഇന്ത്യ എന്ന പേരിൽ ആ മാജിക്ക് അതിമനോഹരമായിട്ട് അവതരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം എനിക്കിതിൻ്റെ രഹസ്യം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ കുടം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മയോട് പറഞ്ഞു, എനിക്കൊരു പുട്ടുകുടം വേണം, മാജിക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മ തരില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് ഒരു കാര്യം ചെയ്യാം, വെള്ളം ഒരിക്കലും കിണറ്റിൽ കോരേണ്ട ആവശ്യമില്ല, ഇഷ്ടംപോലെ വെള്ളം ഞാൻ ഇങ്ങനെ ഒഴുക്കിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഒരു കുടം അമ്മയുടെ കയ്യിൽ നിന്ന് കരസ്ഥമാക്കുന്നത്. അങ്ങനെ ആ കുടവും കൊണ്ട് ഞാൻ കൊല്ലം ചാത്തുവിൻ്റെ അടുത്ത് പോകുന്നു. ഇദ്ദേഹം പറഞ്ഞു തന്ന പോലെ തന്നെ ഇതിനകത്തൊരു സാധനം ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ കൊല്ലം ചാത്തു അതിന് വേണ്ടിയിട്ട് എന്നെ ഒരു ദിവസം മുഴുവൻ അവിടെ ഇരുത്തി. കാരണം അതിൻ്റെ ഈ ചക്രം തിരിപ്പിൻ്റെ ജോലി എന്നെ ഏൽപ്പിച്ചു. കൊല്ലം ചാത്തു സാധനം ഉണ്ടാക്കുന്ന സമയത്ത് തീ ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ള ചക്രം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ജോലിയാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. കൊല്ലം ചാത്തു ഭയങ്കര രസമാണ് സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാടത്ത് കിളികൾ വന്നു കഴിഞ്ഞാൽ കൊല്ലം ചാത്തുവിൻ്റെ ടെക്നിക്കുണ്ട്. ഒരു തീക്കണൽ എടുത്തതിന് ശേഷം, ഒരു കൊടിലുകൊണ്ട് ഒരു തീക്കണൽ എടുത്തതിന് ശേഷം ഇരുമ്പ് കുറ്റിയുടെ മുകളിൽ വെച്ചിട്ട് ഒറ്റ അടി അടിച്ചു കഴിഞ്ഞാൽ ടോ എന്ന് പറഞ്ഞ പടക്കം പൊട്ടുന്ന പോലെ ഒരു പൊട്ടൽ പൊട്ടും. ഇതാണ് കൊല്ലം ചാത്തുവിൻ്റെ കുറേ ടെക്നിക്സുകൾ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന, ഈ രസകരമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന കൊല്ലം ചാത്തു എനിക്ക് ഈ പൊട്ടുകുടത്തിനകത്തൊരു സാധനം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകുന്നേരം വരെ എന്നെ അവിടെ ഇരുത്തി. ഉച്ചയ്ക്ക് കൊല്ലം ചാത്തു ഭക്ഷണം കഴിക്കാൻ പോയി. ഞാൻ പച്ചവെള്ളം പോലും കഴിക്കാതെ വൈകുന്നേരം വരെ വെണ്ണീര് മുഴുവൻ തലയിലായി ഈ ചക്രം തിരിച്ചു കൊടുത്ത് അവസാനം ഈ സാധനം എനിക്കുണ്ടാക്കി. കയ്യിൽ ഈ സാധനം കിട്ടിയതോടുകൂടി ഇതൊന്നും പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള വെമ്പലായിരുന്നു എനിക്ക്. ഞാൻ കൊല്ലം ചാത്തുവിൻ്റെ നേരെ കിണറ്റിൻകരയിലേക്ക് ഓടിയിട്ട് അതിനകത്ത് വെള്ളം നിറച്ച് ഞാൻ ഒഴിച്ചു നോക്കിയ സമയത്ത് എൻ്റെ മാജിക്ക് വർക്ക് ചെയ്യുന്നു. ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടുന്നൊരു മാജിക്കൽ എക്യുപ്മെൻ്റാണ്. ഞാൻ ഈ സാധനമായിട്ട് നേരെ വീട്ടിലേക്ക് ഓടുകയാണ്. കാരണം ഏട്ടന്മാരുടെ മുമ്പിൽ എനിക്ക് മാജിക്കുകാരനാവണം, മാജിക്ക് കാണിച്ചു കൊടുക്കണം. ഞാൻ ആദ്യമായിട്ട് ആ മാജിക്ക് ഞാൻ കാണിച്ചു കൊടുത്ത സമയത്ത് സുന്ദരേട്ടൻ പറഞ്ഞു, ഇത് സയൻസാണ്, ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സംഭവം വളരെ സിമ്പിളാണെന്ന് പറഞ്ഞു. പക്ഷേ സിമ്പിളായിട്ട് സുന്ദരേട്ടൻ പറഞ്ഞെങ്കിലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എല്ലാ മാജിക്കിൻ്റെയും പിന്നിലൊരു ശാസ്ത്രമുണ്ട്. ശാസ്ത്രം അല്ലാതെ മാജിക്കിനകത്ത് യാതൊന്നുമില്ല എന്നുള്ളൊരു സത്യം തിരിച്ചറിയാൻ കൂടി ആ ഒരു ദിവസം, അല്ലെങ്കിൽ ആ ഒരു പ്രയത്നം എനിക്ക് ഉപകരിച്ചു എന്ന് പറയാൻ ഈ നിമിഷം ഞാൻ ഉപയോഗിക്കുകയാണ്. തീർച്ചയായിട്ടും അവിടുന്ന് ഒരു മാജിക്കിൻ്റെ ഉപകരണവുമായിട്ട് തുടങ്ങിയതാണ് എൻ്റെ യാത്ര. പിന്നീട് മാജിക്കിൻ്റെ സാധനങ്ങൾ തേടിക്കൊണ്ടുള്ള യാത്രയായിരുന്നു. ജാലവിദ്യ പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ പിന്നീട് പോകുന്നത് നിലമ്പൂരിലൊരു പാമ്പാട്ടിയുടെ അടുത്താണ്. ആ കാലത്ത് നിലമ്പൂരിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞ് വല്ലപ്പോഴും മാത്രമാണ്. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കല്ല് റോഡിലൂടെ ഒരു ജീപ്പ്, ഒരു പഴയ ജീപ്പ് അനൗൺസ് ചെയ്ത് പോകുന്നത് കേട്ടു. നിലമ്പൂരിലൊരു ഗംഭീരമായിട്ടുള്ളൊരു മോടി മത്സരം നടത്തുന്നു. ഒരു ദാദാ സാഹിബ് എന്ന് പറയുന്നൊരു പാമ്പാട്ടിയും ഒക്കെ ആയിട്ടുള്ള മത്സരമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു അനൗൺസ്മെൻറ്റ് കേട്ടു. അതോടുകൂടി ഇദ്ദേഹം മാജിക്കിലൂടെയാണ് സാധനങ്ങൾ കാണിക്കുന്നതെന്ന് കേട്ട സമയത്ത് ആദ്യമായിട്ട് ഇന്ദ്രജാലം കാണാൻ വേണ്ടി, മഹേന്ദ്രജാലം കാണാൻ വേണ്ടിയിട്ട് നിലമ്പൂരിലേക്ക് ഒരു യാത്ര പോകുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അച്ഛനോട് പറ്റി പറഞ്ഞ് 2 രൂപ ബസ് കൂലിക്കുള്ളത് മേടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ കവളംകട്ട എന്ന് പറയുന്ന എൻ്റെ കൊച്ചു ഗ്രാമത്തിൽ നിന്നും ചുള്ളിയോട് നിന്നാണെന്ന് ബസ്സുള്ളത്. ഏകദേശം ഒരു 4-5 മൈൽ യാത്ര ചെയ്ത് കഴിഞ്ഞാലേ ചുള്ളിയോട് എത്തുള്ളൂ. ചുള്ളിയോട് വരെ നടന്ന് ഒരു ബസ്സിനകത്ത് കയറി ആദ്യമായിട്ട് ഞാൻ നിലമ്പൂരിലേക്ക് പോകുന്നു. നിലമ്പൂരിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മോടി മത്സരം നടക്കുന്ന സ്ഥലം അന്വേഷിച്ച് ഞാൻ നടന്ന സമയത്ത് കാണുന്നു ഒരു വലിയ ഗ്രൗണ്ടിൻ്റെ നടുവിലായിട്ട് മത്സരം നടന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവിടെ ചെന്ന് കാണുന്ന സമയത്തുണ്ടാവുന്ന അത്ഭുത കാഴ്ചകൾ. ഒരു പാമ്പാട്ടി, ഉണ്ടക്കണ്ണൻ ഒരു പാമ്പാട്ടി, ചുവന്ന കണ്ണുകളുള്ള പാമ്പാട്ടി, കഷണ്ടി തലയുള്ള പാമ്പാട്ടി, കൊമ്പമീശ വെച്ച ഒരു പാമ്പാട്ടി. ഈ പാമ്പാട്ടിയാണ് ദാദാ സാഹിബ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള മാന്ത്രികൻ. ഈ മാന്ത്രികനും നാട്ടിലുള്ള മറ്റൊരു മാന്ത്രികനും തമ്മിലൊരു മത്സരമാണ് നടക്കുന്നത്. അതായത് പാമ്പാട്ടി ഒരു ചെറിയ നാരങ്ങ എടുത്തു കഴിഞ്ഞ ശേഷം നിലത്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റേയാൾ അത് കടിച്ചെടുക്കണം. ഈ കടിച്ചെടുക്കുന്ന സമയത്ത് തേള്, പാമ്പ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റോഡിലൂടെ വരുന്നു. ഇതൊരു ഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നി. ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ആഴ്ച വീണ്ടും മത്സരം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വെല്ലുവിളി. ഇതിനെല്ലാം ആളുകളുടെ കയ്യിൽ നിന്ന് കൊച്ചു കൊച്ചു ടിക്കറ്റുകൾ മേടിച്ചുള്ളൊരു തട്ടിപ്പ് സംഭവമാണെന്നുള്ളത് പിന്നീട് നാട്ടിൽ പാട്ടാവുന്ന ഒരു സംഭവം കൂടിയുണ്ട് ഇതിനകത്ത്. പക്ഷേ എനിക്ക് പാമ്പാട്ടി കാണിച്ച മാജിക്കുകൾ വല്ലാതെ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു കൊച്ചു നാരങ്ങ എടുത്തു കഴിഞ്ഞ ശേഷം നിലത്ത് വെച്ച് കഴിഞ്ഞാൽ, നാരങ്ങയോട് നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങ സ്വന്തമായിട്ട് ഉരുളുന്നു, ഒരു സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുന്നു. ഇങ്ങനെ ഗംഭീരമായിട്ട് അത്ഭുതം. അപ്പോൾ ഈ പാമ്പാട്ടിയോട് എങ്ങനെയെങ്കിലും മാജിക്ക് പഠിക്കാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വല്ലാത്ത വെമ്പൽ എൻ്റെ ഉള്ളിലുണ്ടായി. അങ്ങനെ അടുത്ത വെള്ളിയാഴ്ച ഞാൻ ഈ പാമ്പാട്ടിയെ കാണാൻ വേണ്ടി നിലമ്പൂരെത്തുന്നു. ഞാൻ ചെല്ലുന്ന സമയത്ത് ഒരു കുടിലാണ് പാമ്പാട്ടി. ഈ തുണി കൊണ്ട് മറച്ച് കെട്ടിയ ഒരു കൊച്ചു കുടിലിനുള്ളിലാണ്. അതിനകത്തേക്ക് ചെല്ലുന്ന സമയത്ത് ചാരായത്തിൻ്റെ ഗന്ധം, കടുത്ത ഗന്ധമുണ്ട്.
ഞാൻ പാമ്പാട്ടിയുടെ അടുത്ത് ചെന്നതിന് ശേഷം എന്നെ കണ്ട സമയത്ത് ഈ ചുവന്ന കണ്ണുകൊണ്ട് പാമ്പാട്ടി എന്നെ നോക്കി, എന്താടോ വേണ്ടത് എന്നുള്ള ഒരു അർത്ഥത്തിൽ നോക്കി. ഞാൻ പറഞ്ഞു, നിങ്ങളെനിക്ക് മാജിക് പഠിപ്പിച്ചു തരുമോ ഞാൻ ചോദിച്ചു. പാമ്പാട്ടി എന്നെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, ഒരു മാജിക് പഠിപ്പിക്കാൻ വേണ്ടി 25 രൂപ, അതാണ് അദ്ദേഹത്തിൻ്റെ ഫീസ്. 25 രൂപ. അന്ന് 25 രൂപ എന്നൊക്കെ പറഞ്ഞ് സ്വപ്നം കാണാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ആകെ വീട്ടിൽ നിന്ന് പൈസ തരുന്നത് സ്കൂളിൽ സ്റ്റാമ്പ് വരുന്ന സമയത്ത് സ്റ്റാമ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 1 രൂപ അല്ലെങ്കിൽ 2 രൂപയാണ് ആകെ തരുന്നത്. 25 രൂപ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാലമാണ്. അങ്ങനെ ഈ പാമ്പാട്ടിക്ക് 25 രൂപ കൊടുക്കണം. ആ തിരിച്ചു പോരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ മുഴുവൻ കാണുന്നത് ഒരു നാരങ്ങ ഉരുളുന്നു, തലയോട്ടി അന്തരീക്ഷത്തിൽ ഉയരുന്നു, ആളുകളുടെ തലയിലൂടെ കത്തി കയറ്റുന്നു. ഇങ്ങനെ ഗംഭീരമായിട്ട് മാജിക് കാണിച്ച പാമ്പാട്ടിയുടെ ചിത്രമാണ് എൻ്റെ മനസ്സിൽ മുഴുവൻ. എങ്ങനെ 25 രൂപ ഒപ്പിക്കും, അതായിരുന്നു എൻ്റെ ചിന്ത. അങ്ങനെ ഞാൻ വീട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുന്ന സമയത്ത് ഞാൻ കാണുന്നു എൻ്റെ വീട്ടിലെ മണ്ണ് ചുവരിൽ അടിച്ച ഒരാണിയിൽ തൂക്കിയിട്ടിരിക്കുന്ന അച്ഛൻ്റെ വെള്ള ഷർട്ടിൻ്റെ പോക്കറ്റിനകത്ത് കുറച്ച് പൈസ. ഈ പൈസ എൻ്റെ രണ്ടാമത്തെ മോഷണം അവിടെ ആരംഭിക്കുകയാണ്. ഞാനൊരു സ്റ്റൂൾ എടുത്ത് കൊണ്ടുവന്ന് ആ സ്റ്റൂളിൻ്റെ മുകളിൽ കയറി അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് കൃത്യം 25 രൂപ ഞാൻ എടുത്തു. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്തതായിരുന്നു, ഇത് കൊടുത്തു കഴിഞ്ഞാൽ പാമ്പാട്ടി എന്നെ മാജിക് പഠിപ്പിക്കും. മാജിക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സുലഭമാണ്, പിന്നെ ഒന്നും പ്രശ്നമില്ല. കടലാസ് എടുത്തു കഴിഞ്ഞ ശേഷം കറൻസി ഉണ്ടാക്കാം, എന്തും ചെയ്യാം. അച്ഛൻ്റെ 25 രൂപ അവിടെ തന്നെ കൊണ്ടുവയ്ക്കാം എന്നുള്ള ധാരണയിലാണ് ഞാൻ 25 രൂപ അടിച്ചെടുക്കുന്നത്. അങ്ങനെ ആ 25 രൂപയും കൊണ്ട് ഞാൻ നിലമ്പൂരിലേക്ക് യാത്രയാവുന്നു. പാമ്പാട്ടിക്ക് 25 രൂപ കൊടുക്കുന്നു. പാമ്പാട്ടി എൻ്റെ കയ്യിൽ ഒരു ചെറിയ നാരങ്ങയും തരുന്നു, അതിനുശേഷം ഒരു ചെറിയ പൊടിയും തരുന്നു, ഒരു കടലാസിൽ പോയിട്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവിടുന്ന് പോയി കുറച്ച് വീട്ടിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഈ നാരങ്ങയ്ക്കകത്ത് മുകളിലൊരു തുളയിട്ട് കഴിഞ്ഞതിന് ശേഷം ഈ പൊടി നിറയ്ക്കണം. പൊടി നിറച്ച് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ പറഞ്ഞ നാരങ്ങ നടക്കും, നിൽക്കാൻ പറഞ്ഞ നാരങ്ങ നിൽക്കും, അനുസരണയുള്ള നാരങ്ങയായിട്ട് മാറുമെന്നുള്ള പാമ്പാട്ടി എന്നോട് പറയുകയാണ്. ഞാൻ അത് വിശ്വസിച്ച് ഞാൻ അവിടെ നിന്ന് പോന്ന് ചുള്ളിയോടുന്ന് തിരിച്ചു പോരുന്ന സമയത്ത് എൻ്റെ മനസ്സിലുള്ള വല്ലാത്ത ആങ്സൈറ്റി, ആഗ്രഹം, ജാലവിദ്യക്കാരനാവണമെന്നുള്ള ആഗ്രഹം. അങ്ങനെ ഞാനൊരു പൊന്തക്കാടിനകത്ത് ഇരുന്നുകൊണ്ട് ഈ നാരങ്ങയ്ക്ക് മേളിലൊരു കുഴി ഉണ്ടാക്കി. അതിനകത്ത് പാമ്പാട്ടി തന്ന പൊടിയിട്ടു. ഞാൻ നിലത്ത് വെച്ചതിന് ശേഷം പറഞ്ഞു, നടക്കടോ എന്ന് പറഞ്ഞു. നാരങ്ങ ഉണ്ടോ നടക്കാൻ? നാരങ്ങ അതേ സ്ഥലത്ത് നിന്നു. നിൽക്കടോ എന്ന് പറയേണ്ട ആവശ്യം വന്നില്ല, കാരണം നാരങ്ങ നടന്നിട്ടേ ഇല്ല. ഞാൻ പലതവണ പറഞ്ഞു, നടന്നില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ വീണ്ടും ചതിക്കപ്പെട്ടിരിക്കുന്നു. അച്ഛൻ്റെ പോക്കറ്റിൽ നിന്നും 25 രൂപ മോഷ്ടിച്ചതിൻ്റെ ആ ഫലം ഞാൻ അനുഭവിച്ചിരിക്കുന്നു. ഞാൻ വീട്ടിലേക്ക് പോയൊരു പോക്കുണ്ട്. കാരണം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയും എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നേരെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നിട്ട് രണ്ടാമത്തെ തവണയും അച്ഛനോട് കാലിൽ കെട്ടിപ്പിടിച്ച് ഞാൻ മാപ്പ് പറഞ്ഞു. അത്രമാത്രം ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നൊരു ജാലവിദ്യക്കാരനാവണമെന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാലവിദ്യ എന്ന് പറയുന്ന കല എൻ്റെ മനസ്സിലേക്ക് നിറച്ചത് അച്ഛനാണ്. കാരണം അച്ഛൻ പറഞ്ഞ കഥകൾ, ആ കഥകളിലുള്ള വാഴക്കുന്ന നമ്പൂതിരി എന്ന് പറയുന്നൊരു മഹാമാന്ത്രികനെക്കുറിച്ചുള്ള അതിശയോക്തി നിറഞ്ഞ കഥകൾ. വാഴക്കുന്ന നമ്പൂതിരി എന്ന് പറയുന്ന മഹാമാന്ത്രികൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അറിയാത്ത ഒരു കാലത്ത്, അല്ലെങ്കിൽ അതൊന്നും അറിയാതെ അച്ഛൻ എത്രയോ കഥകൾ, മനോഹരമായ കഥകൾ നീട്ടിപ്പരത്തി എനിക്ക് പറഞ്ഞു തന്നു. ആ കഥകൾ കേട്ട് കേട്ട് ഞാനൊരു ജാലവിദ്യക്കാരനാവണമെന്നുള്ള മോഹമുണ്ടായി. കുഞ്ഞുനാളിൽ മുഴുവൻ മാജിക്ക് എൻ്റെ ഉള്ളിൽ നിറഞ്ഞു. ജാലവിദ്യക്കാരനാവണം എന്നുള്ള മോഹം മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇന്ന് ഒരു ജാലവിദ്യക്കാരനായിട്ട് ജീവിക്കുന്ന സമയത്ത് ഞാൻ 100% സംതൃപ്തനാണ്. കാരണം ഞാൻ എന്താണോ മോഹിച്ചത് അത് ആ മോഹത്തിൻ്റെ വഴികളിലൂടെ എനിക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സുഹൃതമായിട്ട് ഞാൻ ഇന്ന് കണക്കാക്കുന്നത്. ഒരുപക്ഷെ അച്ഛൻ ഇന്ന് സ്വർഗ്ഗത്തിരുന്നു കൊണ്ട് കാണുന്നുണ്ടാവും ഒരു ജാലവിദ്യക്കാരനായിട്ട് ഞാനിങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാര്യം. കാലം കഴിഞ്ഞുപോയി. ഞാൻ പിന്നീട് എൻ്റെ LP സ്കൂൾ വിദ്യാഭ്യാസം മാറി പറമ്പ UP സ്കൂളിലേക്ക് ഞാൻ മാറി. പറമ്പ UP സ്കൂൾ എന്ന് പറയുന്നത് നിലമ്പൂരിൽ നിന്ന് കുറച്ചുകൂടി ദൂരെയാണ്. അത് എനിക്ക് തോന്നുന്നത് ഒരു 5 മൈലോളം നടക്കാനുണ്ട് പറമ്പ UP സ്കൂളിലേക്ക്. എല്ലാ ദിവസവും നടന്നിട്ടായിരുന്നു യാത്ര. ആ കാലത്ത് എനിക്ക് മറ്റൊരു കൂട്ടുകാരനുണ്ടായി, രാജനാണ് അന്നും ഇന്നും എൻ്റെ ആത്മസുഹൃത്ത്. കാരണം രാജനെപ്പറ്റി ഒരുപാട് എനിക്ക് പറയാനുണ്ട്.
രാജൻ 7ാം ക്ലാസ്സിൽ പഠനം നിർത്തിയതാണ്. പക്ഷേ ഇന്ന് രാജൻ ഒരു കാർപ്പൻ്ററാണ്. രാജൻ ആ കാർപ്പൻ്ററി രംഗത്ത് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു, വളരെ നന്നായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. രാജനെക്കുറിച്ച് ഇനിയും ഒരുപാട് പറയാനുണ്ടാവും, പിന്നീട് നമുക്ക് പറയാം. ഇപ്പോൾ ഞാൻ 5ാം ക്ലാസ്സിലെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിൽ ഒരു ഇന്ദ്രാണി ടീച്ചർ ഡാൻസ് പഠിപ്പിക്കാൻ വന്നു. നിലമ്പൂരിലുള്ള ജ്യോതി നൃത്ത കലാലയത്തിലെ കലാകേന്ദ്രത്തിലെ ടീച്ചറാണ് ഇന്ദ്രാണി ടീച്ചർ. ഇന്ദ്രാണി ടീച്ചർ നൃത്തം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നു എന്നുള്ളൊരു നോട്ടീസ് വായിച്ചു. എന്തുകൊണ്ടോ എൻ്റെ മനസ്സിൽ നൃത്തം പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. ഞാൻ അച്ഛനോട് പറഞ്ഞു, ചേർന്നോളാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ നൃത്തം പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്കൂളിൽ ടീച്ചറുടെ കീഴിൽ ചേരുകയാണ്. ഓർക്കേണ്ടത് ഒരു 10-40 പെൺകുട്ടികളുണ്ട്, ഞാൻ മാത്രം ഒരേ ഒരു ആൺകുട്ടിയാണ് ഡാൻസ് പഠിക്കുന്നത്, വേറെ ആരുമില്ല. അതുകൊണ്ട് തന്നെ ടീച്ചർക്ക് എന്നോട് പ്രത്യേക വാത്സല്യം ഉണ്ടായിരുന്നു. പിന്നെ ഡാൻസിൻ്റെ പഠനം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, എനിക്ക് മലപ്പുറം ജില്ലാ യുവജനോത്സവത്തിന് ഭരതനാട്യത്തിലും ഫോക്ക് ഡാൻസിലും ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരാളാണ് ഞാൻ. അങ്ങനെ ഡാൻസിൻ്റെ പഠനം കുറേ കാലം തുടർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാൻസ് പെൺകുട്ടികളുടെ കൂട്ടത്തിൽ പഠിച്ചതുകൊണ്ടായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പെണ്ണിൻ്റെ സ്വഭാവം എനിക്ക് പതുക്കെ വരാൻ തുടങ്ങി. എവിടെ ചെന്ന് കഴിഞ്ഞാലും എനിക്ക് ചാരി നിൽക്കണം എന്നുള്ളൊരു പ്രശ്നം, സ്വന്തമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റാത്തൊരു പ്രശ്നം, ചുമരുണ്ടെങ്കിൽ അതിൽ ചാരിയിട്ടേ സംസാരിക്കുകയുള്ളൂ, അതുപോലെ തന്നെ നാണം കുണുങ്ങിക്കൊണ്ട് സംസാരിക്കുന്നൊരു പ്രശ്നം. അങ്ങനെ ഗോപി എന്നുള്ള എൻ്റെ പേരിന് കൂട്ടുകാരെല്ലാം ഗോപിക എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുള്ളൊരു സംഭവം ഉണ്ടായി. അങ്ങനെ ഞാൻ ഒരു പെണ്ണിൻ്റെ സ്വഭാവത്തിലേക്ക് മാറാൻ തുടങ്ങിയോട് കൂടിയിട്ട് ടീച്ചറുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു തബലിസ്റ്റ് ഒരു കർമ്മേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഗോപി ഡാൻസ് പഠിക്കണ്ട, പഠിച്ചു കഴിഞ്ഞാൽ സ്വഭാവം മാറും, അവസാനം പെണ്ണായിട്ട് മാറും എന്നുള്ള സ്വഭാവം. പിന്നെ എനിക്കൊരു സംശയം തോന്നി, ഞാൻ പെണ്ണായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു സംശയത്തിൽ എനിക്ക് സ്വയം എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായി. അങ്ങനെ ഞാൻ അതിനിടയ്ക്ക് വേറൊരു സംഭവം പറയാം. ഞാൻ ഈയിടെ കണ്ടിരുന്നു, ഷീബ എന്ന് പറയുന്ന ഒരു കുട്ടി വടകരയിലൊരു പ്രോഗ്രാമിന് പോയ സമയത്ത്. ഷീബ എന്ന് പറയുന്നത് വാസു മാസ്റ്ററുടെ മോളാണ്. വാസു മാസ്റ്റർ എന്ന് പറയുന്ന പറമ്പ സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് വാസു മാസ്റ്റർ. ഷീബ ഡാൻസിന് ചേരുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഷീബയും ഞാനും ഒരുമിച്ചാണ് എപ്പോഴും ഡാൻസ് ചെയ്യുന്നത്. കർഷക നൃത്തമാണെങ്കിൽ ഞാൻ പുരുഷൻ, ഷീബ പെണ്ണ്. അപ്പോൾ രണ്ടുപേരും കൊയ്യലും മെതിക്കലും എല്ലാം ഒരുമിച്ചാണ് ആ ഒരു പ്രായം. ഒരു ദിവസം ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്നെയും ഷീബയും ഒരു മുറിയിലേക്ക് അയച്ച സമയത്ത് എന്തോ ഒരു ഡാൻസിൻ്റെ മൊമെൻറ്റിൽ ഷീബ എൻ്റെ കവിളിൽ ഇങ്ങനെ നുള്ളിയിട്ട് പറഞ്ഞു, കാക്ക പുള്ളിയുള്ള നിൻ കവിളിൽ നുള്ളി നോക്കട്ടെ എന്ന് പറഞ്ഞൊരു നുള്ളി എന്നുള്ളതല്ല പ്രശ്നം. ഇത് എൻ്റെ ചെറിയമ്മയുടെ മകൻ, മറ്റൊരു മകൻ ചെറിയമ്മയുണ്ട്, ലീലച്ചെറിയമ്മയുടെ മകൻ പ്രകാശൻ ഇത് ജനലഴികൾക്കുള്ളിൽ കണ്ടു. ഇതാണ് പ്രശ്നം വരുന്നത്. ഞാൻ പുറത്ത് നോക്കിയ സമയത്ത് വന്നപ്പോൾ പ്രകാശൻ എന്നോട് പറഞ്ഞു, ഞാൻ കണ്ടു. ഇത് മാത്രമേ പറയുള്ളൂ, പിന്നെ യാതൊന്നും പറയില്ല. എന്നിട്ട് എന്നോട് പറയും, ഞാൻ വല്യമ്മേനോട് വിവരങ്ങളൊക്കെ ഒന്ന് പറയട്ടെ എന്നുള്ളത്. ഇത് ഭയങ്കര പ്രശ്നം. ഇത് എന്നിലുണ്ടാക്കിയ സംഘർഷം എത്രയോ മാസക്കാലം എൻ്റെ പഠനത്തെ വരെ ബാധിച്ച ഒരു വലിയ പ്രശ്നമാണത്. കാരണം ഇവൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് വല്ലാത്ത പേടിയാണ്. വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവൻ ഓരോ ഡിമാൻഡുകളാണ്. എനിക്ക് കടലമിഠായി വേണം, ഒരു പാക്കറ്റ് കടലമിഠായി വേണം. അപ്പോൾ ഞാൻ ചോദിക്കും, എന്തിനാ? ഹലോ, കുഴപ്പമില്ല, വേണ്ട, ഞാൻ വല്യമ്മേനോട് പറഞ്ഞോളാം വിവരങ്ങൾ. ഇങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തി എൻ്റെ കയ്യിൽ നിന്ന് കടലമിഠായിയും കല്ലുമിഠായി എല്ലാം ഇവൻ കരസ്ഥമാക്കും. അങ്ങനെ അതങ്ങനെ തുടർന്നു. എനിക്കിത് സഹിക്കാൻ വയ്യാത്ത സമയത്ത് ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ എല്ലാം തുറന്നു പറയുന്നത് എൻ്റെ സുന്ദരേട്ടനോടാണ്. സുന്ദരേട്ടനോട് ഞാൻ പറഞ്ഞു, സുന്ദരേട്ടൻ, ഞാനൊരു വല്ലാത്ത പ്രശ്നത്തിലാണ്. ഞാനൊരു ദിവസം ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഷീബ എൻ്റെ കവിളിൽ നുള്ളുന്നത് പ്രകാശൻ കണ്ടു കഴിഞ്ഞ ശേഷം ഇവൻ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന്. സുന്ദരേട്ടൻ വളരെ കൂളായിട്ട് നിന്നു. ഒരു ദിവസം ഇവൻ വന്ന സമയത്ത് ഉറക്കെ ശബ്ദത്തിൽ സുന്ദരേട്ടൻ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് ഈ സംഭവം കൊണ്ട് പറഞ്ഞു. ഗോപി ഭയങ്കര പേടിച്ചിട്ട് നിൽക്കുക. പ്രകാശൻ ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാം കൂടി പറഞ്ഞു. സംഗതി ആ ഒരു പറച്ചിലിൻ്റെ നിമിഷത്തിൽ ഒരു പടക്കം പൊട്ടുന്നത് പോലെ പൊട്ടി എന്നല്ലാതെ സംഭവം അതോടുകൂടിയിട്ട് തീർന്നു. ആ ഒരു പ്രശ്നം ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ വളരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് സംഘർഷഭരിതമായിട്ടുള്ള അന്തരീക്ഷങ്ങളുണ്ടാവും. അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും, അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും, ഇതൊക്കെ ഒരു വലിയ പ്രശ്നങ്ങളാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ അച്ഛനോടും അമ്മയോടും തുറന്നു പറയാൻ വേണ്ടിയിട്ടുള്ളൊരു സന്മനസ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ജീവിതത്തിൽ ആഘോഷിച്ച് നമുക്ക് നടക്കാം. ഞാൻ ഈ കൂട്ടത്തിൽ, ചരിത്രം പറയുന്ന കൂട്ടത്തിൽ തന്നെ ഞാനൊരു ചെറിയ കഥ നിങ്ങളോട് പറയാം. അതായത് ഒരു വീട്ടിലേക്ക് ഒരുപാട് ദൂരം നടക്കാനുണ്ട്. ഒരു കൊട്ടാരത്തിലേക്കുള്ള ദൂരമാണ്. ആ വഴി പോരുന്ന വഴിക്ക് എഴുതി വച്ചിരിക്കുന്ന ബോർഡിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക. ഒരാൾ നടന്നു പോകുന്ന സമയത്ത് ഇത് കണ്ടു, പട്ടിയുണ്ട് സൂക്ഷിക്കുക. കുറച്ചുകൂടി ദൂരം പോയ സമയത്ത് മറ്റൊരു ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നു, പട്ടിയുണ്ട് സൂക്ഷിക്കുക. ഇദ്ദേഹം പേടിച്ചാണ് പോകുന്നത്. കുറച്ചുകൂടി ദൂരം പോയ സമയത്ത് വീണ്ടും എഴുതി വെച്ചിരിക്കുന്നു, പട്ടിയുണ്ട് സൂക്ഷിക്കുക, വലുതാക്കി എഴുതി വെച്ചിരിക്കുന്നു. ഇത് കണ്ടതോടുകൂടി ഇയാളുടെ വല്ലാത്ത സംഘർഷം ഉണ്ടായി. അയാൾ പതുക്കെ അറച്ചറച്ച് പോയി ഗേറ്റ് സാവധാനം തുറന്നു നോക്കുന്ന സമയത്ത് ഉമ്മർത്തൊരു കുഞ്ഞു പട്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കണ്ണു മിഴിച്ചു, അവിടെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ഈ വീട്ടുകാരനോട് ചോദിച്ചു, ഈ പട്ടിയുടെ കാര്യമാണോ നിങ്ങൾ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടുകാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ പട്ടിക്ക് ഒരു കള്ളനെ അകറ്റാൻ പറ്റില്ല, പക്ഷേ ആ ബോർഡിന് ഒരു കള്ളനെ അകറ്റാൻ സാധിക്കും എന്ന് പറയുന്നൊരു കഥയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ സംഘർഷഭരിതമായിട്ടുള്ളൊരു സംഭവം തന്നു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് അത് ബാധിക്കും. അതുകൊണ്ട് ഇതെല്ലാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ ചെയ്യേണ്ടത് ഒരു നിമിഷം അച്ഛനോടും അമ്മയോടും എല്ലാം തുറന്നു പറയുന്ന സമയത്ത് തീരും പ്രശ്നം. അങ്ങനെ പ്രകാശൻ എന്നെ വലയിലാക്കിയ ഒരു വലിയ പ്രശ്നം, ഒരുപാട് കാലം എൻ്റെ പഠനത്തെ വരെ ബാധിച്ച ഒരു പ്രശ്നം, അതോടുകൂടി സുന്ദരേട്ടൻ പൊട്ടിച്ച് തകർത്തെറിഞ്ഞു എന്ന് പറയുന്നതാണ് ഞാൻ ഈ ഒരു നിമിഷത്തിൽ ഓർക്കുന്ന സന്തോഷകരമായിട്ടുള്ള കാര്യം. എന്തായാലും ഡാൻസ് പഠനം തുടർന്നു. അലുക്കത്തും കിലിക്കൊണ്ട് ഉലഞ്ഞാടി നടക്കുന്നൊരു കുഞ്ഞിപ്പാത്തുമ്മ എന്നാണ് ആ പാട്ടിൻ്റെ വരികൾ. ഒരു ഉയരം കൂടിയ ഒരു സുമുഖനായിട്ടുള്ളൊരു മനുഷ്യൻ ആ മേക്കപ്പ് റൂമിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഇന്ദിരാണി ടീച്ചർ എന്നോട് പറഞ്ഞു, ഗോപി അറിയില്ലേ മലയത്ത്, ആർക്കെ മലയത്ത് എൻ്റെ യഥാർത്ഥത്തിലുള്ള ഗുരുശിഷ്യ ബന്ധം അവിടെ ആരംഭിക്കുകയാണ്. ഇന്ദിരാണി ടീച്ചർ ഒരിക്കൽ എന്നെ കോഴിക്കോട്ടേക്ക് ഒരു ഡാൻസ് പരിപാടിക്ക് കൊണ്ടുപോയി. എൻ്റെ ജീവിതത്തിൽ ട്വിസ്റ്റ് നടക്കുന്ന സമയമാണ്. ഞാനന്ന് ഒരു എക്സിബിഷനോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഞാൻ ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടി പോകുന്നു. അവിടെ എനിക്കുള്ള വേഷം എന്ന് പറയുന്നൊരു കുഞ്ഞിപ്പാത്തുമ്മയുടെ വേഷമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഏറ്റവും മനോഹരമായിട്ട് ചെയ്തിരുന്ന നൃത്തം അതായിരുന്നു. അലുക്കത്തും കിലിക്കൊണ്ട് ഉലഞ്ഞാടി നടക്കുന്നൊരു കുഞ്ഞിപ്പാത്തുമ്മ എന്നാണ് ആ പാട്ടിൻ്റെ വരികൾ. അപ്പോൾ ഞാനൊരു തട്ടവെട്ടമുണ്ട്, കുഞ്ഞു പാത്തുമ്മയായിട്ട് നടക്കുന്ന നല്ല മനോഹരമായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു ഈ പാത്തുമ്മയാണ് എന്നിലേക്ക് ഒരു പക്ഷേ ആവേശിക്കപ്പെട്ടത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു പെണ്ണിൻ്റെ സ്വഭാവം എനിക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത്. ഞാൻ അതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കവളമുക്കട്ട എന്ന് പറയുന്ന എൻ്റെ ഗ്രാമത്തിൽ നിന്നും പറമ്പ സ്കൂളിലേക്ക് ഒരുപാട് ദൂരം നടക്കാനുണ്ട്. അന്ന് ഇന്നത്തെ പോലെ അവിടെ വീടുകളോ അല്ലെങ്കിൽ കടകളോ അങ്ങാടികളോ ഒന്നും ഇല്ല. ചുറ്റും കാടാണ്. ആ കാട്ടിൻ്റെ നടുവിലൂടെ ഒരു കല്ലിട്ട റോഡ്, ആ കല്ലിട്ട റോഡിലൂടെയാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. മണ്ണ് പിടിച്ച റോഡാണ്. ആ റോഡിലൂടെയാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരെന്ന് പറഞ്ഞാൽ പൂക്കോട്ടും പാടത്ത് നിന്ന് ഈ സാധനങ്ങൾ കയറ്റാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഈ ലോഡിങ്ങാരെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് വല്ലപ്പോഴും കവളമുക്കട്ടയിൽ വന്ന് സൈക്കിളിൽ തിരിച്ചു പോകുന്നത്. ഞാനൊരു ദിവസം ഇത് അറിയേണ്ട ഒരു കാര്യം ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഒരാൾ വന്നു കഴിഞ്ഞതിന് ശേഷം സൈക്കിൾ എൻ്റെ മുമ്പിൽ നിർത്തി കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു, സ്കൂളിലേക്കാണോ, ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ഈ വാഹനത്തിലേക്ക് സൈക്കിളിലേക്ക് കയറി സൈക്കിളിൻ്റെ മുന്നിലെ തണ്ടിലിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ മട്ടും ഭാവവും മാറാൻ തുടങ്ങി. അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, കുഞ്ഞിപ്പാത്തുമ്മാനെ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുകയും എൻ്റെ കയ്യിൽ കടിച്ച് ഞാൻ ഓടിപ്പോവുകയായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുഞ്ഞു മനസ്സുകളിലേക്ക് ഇത്തരം ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇത്തരം ദുഷ്ടചിന്തകൾ ഉണ്ടാക്കുന്ന ഒരു വിഭാഗം ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരാണ്. എല്ലാ കുഞ്ഞുങ്ങളും നിഷ്കളങ്കരാണ്. നിഷ്കളങ്കമായ മനസ്സുമായിട്ടാണ് ഈ ഭൂമിയിൽ എപ്പോഴും കുഞ്ഞുങ്ങൾ പറന്നു വീഴുന്നത്. ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലൊന്നുമില്ല. സ്വാഭാവികമായിട്ടും ആ നിഷ്കളങ്കമായ മനസ്സിനെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ നിഷ്കളങ്കമായ മനസ്സിലേക്ക് ചീത്ത ചിന്തകൾ കയറ്റി വയ്ക്കുന്ന ഒരു വിഭാഗം ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് പറയുന്നത് അവരുണ്ടാക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ളൊരു പ്രവണത പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ പലപ്പോഴും ബാധിക്കാറുണ്ട്. ഒരു ഭയപ്പെടൽ, ഒരു പേടിപ്പെടൽ, അല്ലെങ്കിൽ ഒരു ചെറിയ ജീവിതത്തിലുണ്ടാകുന്ന ഒരു ചെറിയ കാര്യം മതി പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് മുഴുവൻ ആടി ഉലയ്ക്കുവാൻ. ഇത് മുതിർന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കുഞ്ഞിപ്പാത്തുമ്മ എന്ന് പറയുന്ന ഈ ഒരു വേഷം എന്നിലുണ്ടാക്കിയിട്ടുള്ള മോശമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ ഓർത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും കുഞ്ഞിപ്പാത്തുമ്മയുടെ വേഷം കെട്ടി എക്സിബിഷൻ്റെ സ്റ്റേജിൽ പെർഫോമൻസ് നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഗ്രീൻ റൂമിൽ ഞാൻ നിൽക്കുമ്പോഴാണ് ഒരു ഉയരം കൂടിയ ഒരു സുമുഖനായിട്ടുള്ളൊരു മനുഷ്യൻ ആ മേക്കപ്പ് റൂമിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഇന്ദിരാണി ടീച്ചർ എന്നോട് പറഞ്ഞു, ഗോപി അറിയില്ലേ മലയത്ത്, ആർക്കെ മലയത്ത്? ഞാൻ മലയത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മലയത്ത് എന്ന് പറയുന്നൊരു മാന്ത്രികനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കി, സുന്ദരനായ നല്ല ചിരിച്ച് നിൽക്കുന്ന ഒരു മാന്ത്രികൻ. അപ്പോൾ ഇന്ദിരാണി ടീച്ചർ പറഞ്ഞു, മലയത്താണ് നമ്മുടെ നിലമ്പൂരിന് മുഴുവൻ പ്രശസ്തി ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്, വലിയ മാന്ത്രികനാണ് എന്നൊക്കെ പറയും. മാജിക് അതോടുകൂടി എൻ്റെ മനസ്സിൽ നിന്ന് പോയിരുന്നു. കാരണം എൻ്റെ മനസ്സിൽ പാമ്പാട്ടിയും അതുപോലെ തന്നെ കുഞ്ഞിപ്പാത്തുമ്മയും നിറഞ്ഞു നിൽക്കുന്ന കാലമാണ്. മലയത്ത് ഉടനെ തന്നെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു കർച്ചീഫ് എടുക്കുന്നു. ആ കർച്ചീഫ് അന്തരീക്ഷത്തിൽ ഇങ്ങനെ വീശുന്നു. നോക്കുന്ന സമയത്ത് ഒരു മാജിക് വാൻഡായിട്ട് മാറുന്നു. ഞെട്ടിപ്പോയി ഞാൻ. ആദ്യമായിട്ട് കാണുന്നത് ഗംഭീരമായിട്ട് മലയത്തിൻ്റെ ഇന്ദ്രജാലമാണ് കാണുന്നത്. ഉടനെ തന്നെ എൻ്റെ കവിളിൽ, കുഞ്ഞിപ്പാത്തുമ്മയുടെ കവിളിൽ ഇങ്ങനെ തട്ടിക്കൊണ്ട് മലയത്ത് യാത്ര പറയുമ്പോൾ ഞാൻ പതുക്കെ അടുത്ത് കൂടി. എനിക്ക് ചോദിക്കാൻ ഭയമായിരുന്നു. ഞാൻ ടീച്ചറോട് പിന്നീട് ഞാൻ പറഞ്ഞു എനിക്ക് മലയത്തിൻ്റെ അടുത്ത് നിന്ന് മാജിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊരാഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചു. അങ്ങനെ ടീച്ചറെ കൊണ്ട് മലയത്തിനോട് ചോദിപ്പിച്ചു. മലയത്ത് പറഞ്ഞു, എൻ്റെ മോനെ മാജിക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം, അത്ര നിസ്സാരമൊന്നുമല്ല. മലയത്ത് എന്നെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാമെന്നൊരു സംശയം എനിക്ക് തോന്നി. പറഞ്ഞു, അച്ഛനെയും കൂട്ടിയിട്ട് വാ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു.
ആ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ കിടന്നു. ഡാൻസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. അച്ഛനോട് ഞാൻ പറഞ്ഞു, എനിക്ക് മാജിക് പഠിക്കണം, മലയത്ത് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ കാലത്ത് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായി. കാരണം അമ്മയ്ക്ക് അതോടുകൂടി ഒരു ക്യാൻസർ അസുഖം വന്നു. അമ്മയ്ക്ക് ക്യാൻസർ ബാധിച്ചു. വയറിനകത്തൊരു ക്യാൻസർ ഉണ്ടായിരുന്നു. അത് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ പോയിട്ട് നീക്കം ചെയ്ത് കളഞ്ഞു. അമ്മ ഒന്ന് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ആ കാലത്ത് അമ്മയെ കൊണ്ട് ബീച്ച് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് അച്ഛന് വല്ലാത്ത സംഘർഷത്തിലായിരുന്നു. ആ ഒരു കാലത്ത് ഞാൻ നോക്കുന്ന സമയത്ത് ബീച്ചിലൂടെ നടന്നു പോകുന്ന മലയത്തെന്ന് പറയുന്ന മാന്ത്രികനെ കണ്ടു. അപ്പോൾ വീണ്ടും എൻ്റെ മനസ്സിൽ ആഗ്രഹം തോന്നുകയാണ്. ഞാൻ അച്ഛനോട് പറയുന്നു. അച്ഛൻ ഒരു ദിവസം എന്നോട് പറയുന്നു, നാളെ നമുക്ക് നിലമ്പൂർ പോവാം, മലയത്തിൻ്റെ അടുത്തേക്ക് പോവാം, മാജിക് പഠിക്കാൻ തയ്യാറായിക്കോളൂ. എൻ്റെ മനസ്സിലെ ആഗ്രഹം വീണ്ടും നുരഞ്ഞു പൊങ്ങുന്നു. അടുത്ത ദിവസം പ്രഭാതത്തിൽ അച്ഛൻ എന്നെയും കൂട്ടി മലയത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു. മലയത്തിൻ്റെ കാൽ തൊട്ട് വണങ്ങി ദക്ഷിണ വെച്ച് ഞാൻ മലയത്തിൻ്റെ ശിഷ്യനാവുന്നു. എൻ്റെ യഥാർത്ഥത്തിലുള്ള ഗുരുശിഷ്യ ബന്ധം അവിടെ ആരംഭിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് ദക്ഷിണ കൊടുത്ത് ഇന്ദ്രജാലം പഠിക്കുന്ന നിമിഷം അവിടെ വന്നു ചേരുകയാണ്. പിന്നീട് ഈ നിമിഷം വരെ ഞാൻ മാജിക്കിൻ്റെ ലോകത്താണ്, ഇന്ദ്രജാലത്തിൻ്റെ ലോകത്താണ്. ഇന്ദ്രജാലത്തിന് സ്വപ്നം കണ്ട്, ഇന്ദ്രജാലം ഭക്ഷിച്ച്, ഇന്ദ്രജാലം കഴിച്ച്, ഇന്ദ്രജാലം കുടിച്ച്, ഇന്ദ്രജാലത്തിൻ്റെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു ജീവിയായി ഇന്നും ഞാൻ തുടരുന്നു.